വെൽക്കം ബാക്ക് ടു ഡ്രീം വൈബ്സ് ബൈ വിദോസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കറി ബോട്ട്സ്മാൻ ഫിഷ് കറി. എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയും പിന്നെ ഉലുവയും ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മൂന്നും ഇടുക. അതിനുശേഷം പച്ചമുളക്, അതിനുശേഷം അതൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് അവിടെ ഇന്ന് ആയിക്കോളൂ കേട്ടോ. അതിന് ശേഷം ഞാൻ ഒരു ഇത്തിരി ഉപ്പിടാൻ പോവാം നമ്മുടെ പാകത്തിന്. ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പിട്ടു, ഇളക്കുന്നു. ഒന്നായതിന് ശേഷം, ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഒന്ന് മൂക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് മൂക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരണം. എന്ന് വെച്ചിട്ട് കരിച്ചു കളയരുത് കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നാൽ മതി. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ പൊട്ടിച്ചു, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഇട്ടതിന് ശേഷം മൂപ്പിക്കുക. മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് വേണം മൂപ്പിക്കാൻ. അതിന് ശേഷം നമ്മൾ കുറച്ച് തക്കാളി, അതായത് ഒരു തക്കാളി, മീഡിയം സൈസിലുള്ള തക്കാളി, ആ തക്കാളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം മതി. നമ്മളിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അടി പിടിക്കരുത്. നല്ലപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വഞ്ചിക്കാരും ബോട്ടിലൊക്കെ പോണ ആൾക്കാരില്ലേ, അവരുണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ ഇത്. എളുപ്പത്തിലാണ്. അവർക്കൊക്കെ ആകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കണമല്ലോ അവരൊക്കെ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഇതാണ്. അതൊന്ന് ആയതിന് ശേഷം കണ്ടല്ലോ, ഇങ്ങനെയാണ്. അപ്പം ഇതൊന്ന് ആയതിന് ഒന്ന് ഉടഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടാൽ മതി. മഞ്ഞപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ആവശ്യത്തിന്, അധികം വേണ്ട, കാരണം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൻ്റെ പച്ച മണം മാറണ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ലൊരു സ്മെല്ലൊക്കെ വരും നമുക്ക്. അതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അത് നമ്മൾ വീട്ടിലൊക്കെ പഠിപ്പിച്ച പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. കടയിൽ നിന്ന് മേടിക്കണമെന്ന് അത്ര നല്ലതൊന്നുമല്ല. ഉടഞ്ഞു കിട്ടി. ഇനി അതിന് ശേഷം നമ്മൾ പുളിവെള്ളം, പുളിയുടെ കുടംപുളിയുടെ വെള്ളമാണ് കേട്ടോ, അത് ഒഴിക്കാൻ പോകണം. അതൊഴിച്ചു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വരും. അതിനുശേഷം നമ്മൾ ഈ പുളി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ച് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നല്ല മീൻ, അത് ചൂരയാവാം, നെയ്മീനാവാം, ഇങ്ങനത്തെ ഈ കഷ്ണമുള്ള മീനാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കണ്ടുല്ലോ. അതിന് ശേഷം ജസ്റ്റ് നമ്മളിതാ, മീൻ ഉടഞ്ഞു പോകരുത്. ഞാനങ്ങനെ കാണിച്ചു എന്നും പറഞ്ഞ് മീൻ ഉടച്ചു കളയരുത്. ജസ്റ്റ് ഇതാ ഇങ്ങനെ മാത്രമേ ചെയ്യാമുള്ളൂ. അപ്പോൾ അതൊന്ന് ഉടഞ്ഞ് വരണം. ഉടയല്ല, അതൊന്ന് പിടിച്ച് വരണം. മുളക് പിടിച്ച് വരണം. ശരിക്കും നാളത്തേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അങ്ങനെ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് മുളകും പുളിയൊന്നും പിടിക്കില്ലല്ലോ.
നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. നോക്കിയിട്ട് ഉപ്പും പുളിയും ഒക്കെ അവനവരുടെ ആവശ്യം എത്രയാണോ അത്രയാക്കി കൊടുക്കുക. ഇനി ഇത് നമ്മൾ വച്ച് കഴിഞ്ഞു. അതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റത്തേക്ക് അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അടി പിടിക്കരുത്, നോക്കണം. നമുക്ക് തുറന്ന് നോക്കാം. നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഇവനെ ഒന്ന് കറക്കി കുട്ടപ്പനാക്കി എടുക്കാം. ഇത് സുന്ദരനാക്കി എടുക്കാം. സുന്ദരൻ. അതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിനൊരു ടേസ്റ്റിനാണ്. കുറച്ച് ഒഴിക്കുമ്പോൾ മുഴുവൻ കമത്തരുത്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. വേണ്ട എടുത്ത് കാണിക്കാം. വേണ പുക വന്നുകൊണ്ടിരിക്കാം. അപ്പം ഇതാണ് ഗോഡ്സ്മാൻ ഫിഷ് കറി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. ബൈ. ഇപ്പം നമുക്ക് തുറന്നു നോക്കാം. തിളച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അടി പിടിക്കരുത്, പ്രത്യേകം ഞാൻ പറയണു. അടി പിടിക്കാതെ നോക്കണം. ഇത് കഴിഞ്ഞ് കുറച്ച് വെള്ളം, അധികം വേണ്ട, ചൂടാറിയ വെള്ളം കേട്ടോ. അധികമൊന്നുമില്ല. പച്ചവെള്ളം അല്ല ഒഴിക്കേണ്ടത്. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ രുചി കിട്ടൂല. ലൈറ്റ് ചൂടാറിയണം. എന്നിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് നമുക്കിഷ്ടമനുസരിച്ച് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അധികം കുറുകി നിൽക്കണവർക്ക് അങ്ങനെ ചെയ്യാം, കുറുകാണ്ട് നിൽക്കണവർക്ക് അങ്ങനെ ചെയ്യാം, വെള്ളം പോലെ നിൽക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതൊക്കെ അവനവരുടെ ഇഷ്ടം. അത്രേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ടേസ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. അത് കാരണം ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ബാച്ചിലേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത്. അതുകൊണ്ടാണ് ഇത് നമ്മളാക്കി വച്ചതിന് ശേഷം ഈ ക്യാമറ എൻ്റെ മോളാണ് കേട്ടോ പിടിക്കണത്. അത് കാരണം ഇങ്ങനെ കിടന്ന് ഷെയ്ക്കാണ്. അതിന് ശേഷം ഒരു 10 മിനിറ്റത്തേക്ക് 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം.